അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകും. പവർഫുള്ളായിട്ടുള്ളൊരു യക്ഷിയമ്മയാണ് വേളോർട്ടത്തിരിക്കുന്നത്. ഈ പറഞ്ഞ മണ്ണാറശാലയിലും അതുപോലെ തന്നെ വെട്ടിക്കോട്ടും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ യക്ഷിയമ്മയുടെ നടയിൽ തന്നെ സ്വർണ്ണനാഗം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്തായി, ഉള്ള ആൾക്കാർ മുഴുവനും യക്ഷിയമ്മയുടെ നടയിലേക്ക് മാറി. യക്ഷസ്സിന് പാൽപ്പായസം നേദിച്ചത് നിങ്ങൾ മേടിച്ച് കഴിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കഴിഞ്ഞൊരു വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ട് എന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്നത് ഈ രണ്ട് പേരാണ്. ഒന്ന് നാഗത്തന്മാരും അതുപോലെ തന്നെ പണ്ടത്തെ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ആൾക്കാരും. അപ്പം അത് രക്ഷസായ കഥയും അതുപോലെ തന്നെ ഇനി ഉള്ളത് നാഗത്തന്മാർക്ക് വേണ്ടി നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ നാഗദൈവരെ പ്രീതിപ്പെടുത്താൻ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും നാഗങ്ങൾ അല്ലെങ്കിൽ പാമ്പ് വരുന്നത് നമുക്ക് കാണാറുണ്ട്. ഈ അണലി കാര്യങ്ങളല്ല, അല്ലാതെ ഉള്ള ചിലപ്പോൾ സർപ്പം വരാറുണ്ട്, ചേര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പം വിഷം കൂടിയ സർപ്പങ്ങളൊക്കെ ചിലപ്പോൾ വീടിൻ്റെ കട്ടിലിനടിയിൽ വരെ ചിലപ്പോൾ വന്നിരിക്കാറുണ്ട്. നമ്മളൊന്നും ചെയ്യൂല ചിലപ്പം. അപ്പോൾ അതിനെക്കുറിച്ച്, അത് വരാതിരിക്കാനും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. രക്ഷസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനി വീഡിയോ തുടർന്നുണ്ടാവും. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ടുപേരോടുകൂടി ചോദിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ. കാരണം അവർക്ക് അതിനെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിയാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രക്ഷസുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഒന്ന് ഹരിച്ചേട്ടനാണ്, ഒന്ന് ഈശ്വരൻ നമ്പൂതിരി ഈശ്വരൻ ചേട്ടനാണ്. അപ്പം ചെമ്പക്കുളം ഭാഗത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നീട് ഒരിക്കൽ ഉറപ്പായിട്ടും ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ശനിയാഴ്ച നിങ്ങളുടെ പേരിൽ ജലധാര അതുപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചന കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം കാര്യങ്ങൾ, ഇനി തുടർന്നുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ സമയം, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് ഓരോരുത്തർക്കുമായിട്ട് ഓരോ ഡേറ്റ് കൊടുത്തിട്ട് നോക്കും. വെറുതെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനായിട്ട് അയക്കണ്ട. കുറേ പേര് ഗുഡ് മോർണിംഗ് ഒക്കെ വെറുതെ അയക്കുന്നുണ്ട് സമയം കളയാൻ. അപ്പോൾ അങ്ങനെ സമയം കളയാൻ നേരത്ത് വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ കാര്യമൊന്നും അറിയിക്കാനുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഒരു സമയമാണ് പോകുന്നത്. ഞാനപ്പോൾ അവരോട് തന്നെ പറഞ്ഞു കാര്യങ്ങൾ, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. അതുപോലെ കുറച്ച് പേർക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കുറച്ച് പേർക്ക് ഇത്രയും മെസ്സേജ് എനിക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഒരു പരിധിവരെ എല്ലാവരുടെയും ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. എങ്കിൽ പോലും കുറച്ച് പേരുടെ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുടെ ഉണ്ടാവും. അപ്പോൾ അവർ ഞാൻ മെസ്സേജ് ഇതുവരെ റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് ചെയ്യും. അപ്പോൾ അത് മേളിൽ വരും, അപ്പോൾ എനിക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നാഗർ അല്ലെങ്കിൽ നാഗത്തന്മാർ അല്ലെങ്കിൽ പാമ്പ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നാഗദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്.
അതിൽ പ്രധാനമായിട്ട് നമ്മൾ യക്ഷിയമ്മയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഥ തന്നെയുണ്ട് ഇതിനെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലും പല സ്ഥലത്തുമായിട്ടൊക്കെ ഇങ്ങനെയുള്ള വീട്ടിൽ പാമ്പ് അടിക്കടി ഇങ്ങനെ വരാറുണ്ട്. ചില സമയത്ത് വീടിൻ്റെ അകത്ത് കയറിയില്ലെങ്കിലും ചിലപ്പം വീടിൻ്റെ അകത്ത് വരുമായിരിക്കും. നമ്മൾ പണ്ടൊരു തറവാട് വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു കഥയാണ് പറയണത്. അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഇങ്ങനെ പാമ്പിനെ കാണും. എപ്പോഴും പാമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ പാമ്പ് വരും. അപ്പോൾ ചേർത്തല വേളൂറട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് തന്നെയാണ് വേളൂറോട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം. വളരെ പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ്. 2 ശിവനാണ്. ഒന്ന് വടക്കനപ്പൻ, അതുപോലെ തന്നെ സ്വയംഭൂവായ തെക്കനപ്പൻ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ അഷ്ടബന്ധ കർപ്പൂരാദി കലശം നടക്കുകയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് പോവുക കേട്ടോ. അതായത് 90% കേരളത്തിലെ തന്നെ 90% ആൾക്കാരുടെയും മൂല കുടുംബ ക്ഷേത്രം തന്നെയാണ് ചേർത്തല വേളൂറോട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം. അതുപോലെ തന്നെ അവിടുത്തെ യക്ഷിയമ്മയും ഭയങ്കര പവറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഇങ്ങനെ പാമ്പ് വരാൻ നേരത്ത് നമ്മളൊക്കെ ചെറിയ പ്രായമാണ്. അപ്പം മുത്തശ്ശി പറയും, എടാ നീ അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം യക്ഷിയമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നമ്മൾ പട്ടും മഞ്ഞളും സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. യക്ഷിയമ്മ ഉണ്ടെങ്കിൽ യക്ഷിയമ്മയ്ക്ക് പട്ടും മഞ്ഞളും സമർപ്പിക്കുകയാണെങ്കിൽ വളരെ അധികം ഒരു നാഗത്തന്മാരുടെ പ്രീതി കാര്യങ്ങൾ, അതുപോലെ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ഐശ്വര്യം വന്നു ചേരും. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും കാവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ 100 പാലും തളിച്ചുകൂടയിൽ നമുക്ക് 100 പാലും സമർപ്പിക്കാം. തളിച്ചുകൂട ചീട്ടെഴുതിയാൽ മതി, ഒരാളുടെ പേരിൽ തളിച്ചുകൂടാന്ന്. അതും വളരെയധികം ഒരു എന്താ പറയുന്നത്, നമ്മുടെ കുടുംബത്തിന് ക്ഷേമ ഐശ്വര്യമാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദമുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകും. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണമെന്നുള്ളത് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കണം 1 രൂപയെങ്കിലും കാണിക്കയിടാം. ചിലപ്പോൾ അതുപോലും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പം ഞാനൊക്കെ ചെറുതാണെന്ന്, അതായത് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്നു. അപ്പോൾ ഈ വൈകിട്ട് അമ്പലത്തിൽ തൊഴാനൊക്കെ പോവും. വെറുതെ അവിടെ പോയി തൊഴാൻ പോവും. എന്നിട്ട് ഓടി പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങിയിട്ട് ഓടി അവിടെ ഗ്രൗണ്ടുണ്ട്, അവിടെ കളിക്കാൻ പോകും. അങ്ങനെയാണ് അവിടെ. അന്ന് ഈ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് എൻ്റെ അമ്മുമ്മ അല്ല മുത്തശ്ശി പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇങ്ങനെ നാഗം വരുന്നതിന് നീ ഒരു കാര്യം ചെയ്യുക, ഒരു പൂവ്. അപ്പം നമ്മൾ കാണുന്ന ഒരു റോസാപ്പൂവാണ്. അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ റോസാപ്പൂ പറിച്ച് കൊണ്ടുപോയിട്ട് യക്ഷിയമ്മയുടെ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും. പിന്നെ വരില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പൂ വച്ചിട്ടാണേലും യക്ഷിയമ്മയുടെ മുന്നിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു യക്ഷിയമ്മയാണ് വേളൂറട്ടത്തിരിക്കുന്നത്. ഈ പറഞ്ഞ മണ്ണാറശാലയിലും അതുപോലെ തന്നെ വെട്ടിക്കോട്ടും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ആയില്യത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അതായത് തുലാമാസത്തിലായാലും ഭയങ്കര ജനമാണ്, അത്രയ്ക്ക് വിശ്വാസമാണ് അവിടെ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് അവിടെ പോയി ഒന്ന് തൊഴാൻ നോക്കുക കേട്ടോ. അതായത് വേറൊരു കഥ കൂടി പറയാം, ഈ അടുത്തുള്ളൊരു കഥ. അതായത് ഈ 2022 ഡിസംബർ മാസത്തിൽ അവിടെ ഭയങ്കര ഒരു ദശലക്ഷാർച്ചന എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കി. അപ്പോൾ 2 ശിവൻ ഉണ്ട് അവിടെ, ഒന്ന് വടക്കനപ്പൻ അതുപോലെ തന്നെ തെക്കനപ്പൻ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും തെക്കനപ്പ എന്ന് തന്നെ വിളിക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ തെക്കനപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ പരിപാടി, ആൾക്കാർ വെച്ച് കോടികളുടെ ശരിക്കും പറഞ്ഞാൽ അതുപോലെ ജനസാഗരം എന്ന് പറയില്ല, അതുപോലെയുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും അവിടെ ഇരുന്ന് അഷ്ടോത്തരമൊക്കെ ചൊല്ലി ഇങ്ങനെ ഭയങ്കര പരിപാടി. അപ്പോൾ യക്ഷിയമ്മയുടെ അവിടെ സാധാരണ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ യക്ഷിയമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ പറഞ്ഞ 2022 കാര്യമാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വർണ്ണനാഗം പ്രത്യക്ഷപ്പെട്ടു. യക്ഷിയമ്മയുടെ നടയിൽ തന്നെ സ്വർണ്ണനാഗം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്തായി? ഉള്ള ആൾക്കാർ മുഴുവനും യക്ഷിയമ്മയുടെ നടയിലേക്ക് മാറി. അതായത് അത്രയും ഒരു കാര്യം നമ്മുടെ ഒരു ജീവിതത്തിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല, സ്വർണ്ണനാഗത്തെ. അതും യക്ഷിയമ്മയുടെ നടയിലാകുമ്പോഴോ അതിൽ പരം ഒരു സന്തോഷവും ഭാഗ്യവും ഈ ജന്മത്തിൽ വേറെ ഇല്ല. അപ്പം എല്ലാവരും അങ്ങോട്ട് വന്ന് യക്ഷിയമ്മേനെ, അമ്മേ ഭഗവതി യക്ഷിയമ്മേ കാത്തോളണേ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് അത് പറയാൻ നേരത്ത് തന്നെ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക, അത്രയ്ക്കൊരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നിരുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവർ കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയധികം നല്ലൊരു ക്ഷേത്രവും അതുപോലെ തന്നെ കാര്യമാണ് യക്ഷിയമ്മയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നാഗത്താന്മാർക്ക് എന്തെങ്കിലും സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ യക്ഷിയമ്മ ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാഗത്തിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വീട്ടിൽ നാഗത്താന്മാർ വരികയോ അല്ലെങ്കിൽ നാഗപരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യക്ഷിയമ്മയ്ക്കൊരു പട്ടും മഞ്ഞളും സമർപ്പിക്കുക. ഒരു വെള്ളി രൂപ കൂടി വെച്ചോളൂ. അതിൽ പരം വേറൊരു കാര്യമില്ല. യക്ഷിയമ്മ നോക്കിക്കോളും. ഇപ്പം എൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ അങ്ങനെ ചെയ്യണത്. അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ആ ക്ഷേത്രത്തിൽ യക്ഷിയമ്മയുടെ അങ്ങനൊരു കാര്യങ്ങൾ പവർ അങ്ങനെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കലാണ് ഈ പറഞ്ഞ നാഗദൈവത്തിൻ്റെ അവിടെയുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാരുടെ നമ്മൾ അവിടെ പട്ടും മഞ്ഞളും സമർപ്പിക്കാറുണ്ട്. അത് ഭഗവതി തന്നെ നമ്മളെ, അല്ലെങ്കിൽ യക്ഷിയമ്മ തന്നെ നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നാഗരെ പ്രീതിപ്പെടുത്താൻ ഈ പറഞ്ഞ ഒന്നേ പട്ടും മഞ്ഞളും സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാവുണ്ടാവുമല്ലോ, ക്ഷേത്രത്തിലും കാവുണ്ട്, അവിടെ ഈ പറഞ്ഞ 100 പാലും തളിച്ചുകൂടാ സമർപ്പിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ, പൈസ ഒന്നും ഇല്ലെങ്കിൽ യക്ഷിയമ്മയുടെ അവിടെ കൊണ്ടൊരു പൂ സമർപ്പിച്ചിട്ട്, ഒരു പറഞ്ഞ ഈ റോസാപ്പൂ ആണെങ്കിലും സമർപ്പിച്ചിട്ട് തൊഴുക. കാര്യങ്ങളൊക്കെ ശരിയാവും. ഞാൻ ഗ്യാരണ്ടി അക്കാര്യത്തിൽ. കാരണം ഞാനിത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്തോളുക. പിന്നെ ഒരു സംശയം കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു, അതായത് രക്ഷസിന് പാൽപ്പായസം കഴിക്കേണ്ടത് ഏത് ദിവസമാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഏത് ദിവസം വേണേലും കഴിക്കാം. അങ്ങനെ ഇന്ന ദിവസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ, അതായത് നിങ്ങളുടെ ഭൂമിയുടെ പണ്ടത്തെ ഉടയോനെന്നൊക്കെ പറയൂലേ, അതുകൊണ്ട് എന്ന് വേണേലും കഴിക്കാം. പിന്നെ ഒരു കാര്യം, രക്ഷസിന് പാൽപ്പായസം നേദിച്ചത് നിങ്ങൾ മേടിച്ച് കഴിക്കരുത് കേട്ടോ. ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ പറ്റുവാണെങ്കിൽ വേളോറട്ടം മഹാദേവ ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് ഈ പറഞ്ഞ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പട്ടും മഞ്ഞളും സമർപ്പിക്കുക. അവിടെ വടക്കനപ്പനും തെക്കനപ്പനും ഉണ്ട്. അവിടെ ഓരോ ജലധാര കൂടി സമർപ്പിച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യമില്ല. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കും. നിങ്ങൾക്ക് അതിനുള്ളൊരു മാറ്റം നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ആയിരിക്കും. ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഭാഗ്യം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചിലർക്ക് കുടുംബക്ഷേത്രം ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്കും അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ യക്ഷിയമ്മയുടെ വേറൊരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ഒരു സ്റ്റോറിയായിട്ട് പറയാം. അതായത് ലൈവ് ഒരാൾ കണ്ട കഥ, അതായത് യക്ഷിയമ്മയെ കണ്ട് പഴയ ആൾക്കാർ കണ്ട കഥ ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പൂജ കഴിച്ചോളാം. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാര്യം നോക്കാനുള്ള ആൾക്കാരെല്ലാം ഇതിൽ
ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.